അടുത്തത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഈ ബയോഡൈവേഴ്സിറ്റി എങ്ങനത്തെ പാറ്റേണുകളിലാണ് കാണപ്പെടുന്നത്? നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്നറിയാം. അത് ഏത് പാറ്റേണിലാണ്, എവിടെയൊക്കെയാണ് കൂടുതൽ, എവിടെയൊക്കെയാണ് കുറവ്, എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് കൂടുതൽ, എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് കുറവ്. സോ ആ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ് അടുത്ത ടോപ്പിക്, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സോ അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ പറയണത്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് അനുസരിച്ച് ബയോഡൈവേഴ്സിറ്റിയുടെ പാറ്റേണിൽ എന്ത് മാറ്റമാണ് വരുന്നത്. രണ്ടാമത്തത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സോ സ്പീഷീസ് ഏരിയ അതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റിയിൽ എന്ത് മാറ്റമാണ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് ഡൈവേഴ്സിറ്റിയാണ് കാണിക്കുന്നത്. സോ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ആദ്യത്തെയാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. എന്തുകൊണ്ടാണ് ഈ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി പറയണത്? നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഉണ്ടെന്നറിയാം. സോ ഈ പ്ലാന്റ്സ് ആൻഡ് എനിമൽസിൻ്റെ ആ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അവരുടെ നമ്പർ ഒരിക്കലും യൂണിഫോം അല്ല. നമ്മൾ ഈ ത്രൂ ഔട്ട് ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്, പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും ഡൈവേഴ്സിറ്റി ത്രൂ ഔട്ട് ദ വേൾഡ് ഒരിക്കലും യൂണിഫോം ആയിട്ട് കാണുന്നില്ല. റാദർ ദാൻ നമുക്കൊരു അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വേൾഡിൽ കാണാൻ പറ്റുക. സോ അൺഈവൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് അനിമൽസും പ്ലാന്റ്സും ഉണ്ട്. സോ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസുകൾ ഡൈവേഴ്സിറ്റിയിൽ കാണാൻ സാധിക്കും. സോ ഒരുപാട് മെനി ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സും അനിമൽസും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയിലുള്ള പാറ്റേൺസുകൾ നമുക്ക് നോക്കാം. സോ ജനറലായിട്ട് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസിൻ്റെ ബേസിലുള്ള ഡൈവേഴ്സിറ്റിയാണ് പറയുന്നത്. അതിൻ്റെ പാറ്റേണിൽ എന്താണ് വ്യത്യാസം വരുന്നത്? സോ ജനറലി സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു ഫ്രം നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് മൂവ് ചെയ്യുന്തോറും നമ്മുടെ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു ഇക്വേറ്ററിൽ നിന്ന് മൂവ് ചെയ്ത് വെൻ വി മൂവ് എവേ ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് പോൾസ്. സോ ഇക്വേറ്ററിൽ നിന്ന് ആ ഭൂമധ്യരേഖയിൽ നിന്ന് പോൾസിലേക്ക്, അതിൻ്റെ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും നമ്മുടെ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു. അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് ചില എക്സെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, വിത്ത് വെരി ഫ്യൂ, വളരെ കുറച്ച് എക്സെപ്ഷൻ ബേസിൽ നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്സിൽ അവിടുത്തെ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്. സോ 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചുള്ള ട്രോപ്പിക്സിൽ നമുക്ക് ഒരുപാട് സ്പീഷീസുകളെ കാണാൻ പറ്റും. മോർ സ്പീഷീസിനെ കാണാൻ പറ്റും ദാൻ ടെമ്പറേറ്റ് അല്ലെങ്കിൽ പോളാർ ഏരിയാസിൽ. സോ ടെമ്പറേറ്റ് അല്ലെങ്കിൽ പോളാർ ഏരിയസിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് നമുക്ക് ഈ പറഞ്ഞ ട്രോപ്പിക്സിൻ്റെ അവിടെ കാണാൻ പറ്റും. സോ അവിടുത്തെ ലാറ്റിറ്റ്യൂഡിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്. സോ ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ റേഞ്ചിലെ ട്രോപ്പിക്സിലാണ് കൂടുതൽ സ്പീഷീസ് ടെമ്പറേറ്റിനേക്കാളും പോളാർ ഏരിയസിനേക്കാളും കൂടുതലായിട്ട് കാണുന്നത്. ഇനി അടുത്തത് പറയുന്നത് കൊളംബിയ. സോ കൊളംബിയ ലൊക്കേറ്റഡ് നിയർ ഇക്വേറ്റർ. സോ ഈ ഭൂമധ്യരേഖ ഇക്വേറ്ററിന് അടുത്തായിട്ടുള്ള കൊളംബിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിയർലി 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് ഉള്ളത്. സോ ഇക്വേറ്ററിന് അടുത്തുള്ള ആ കൊളംബിയയിൽ നോക്കുമ്പോൾ എത്രയാണ്? 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സോളം അവിടെ കാണപ്പെടുന്നു. അതേസമയം ന്യൂയോർക്ക് അറ്റ് 41 ഡിഗ്രി നോർത്തിലാണെങ്കിൽ, സോ ന്യൂയോർക്കിൽ 41 ഡിഗ്രി നോർത്ത് ന്യൂയോർക്കിൽ എത്ര സ്പീഷീസ് ഉണ്ട്? 105 സ്പീഷീസുകൾ അവിടെ കാണുന്നു. എന്നാൽ ഗ്രീൻലാൻഡിലാണെങ്കിൽ, ഗ്രീൻലാൻഡ് അറ്റ് 71 ഡിഗ്രി നോർത്ത്, സോ 71 ഡിഗ്രി നോർത്ത് ഗ്രീൻലാൻഡിലാണെങ്കിൽ വെറും 56 സ്പീഷീസ്, 56 സ്പീഷീസുകളെ കാണുന്നുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു പാറ്റേൺ ഓഫ് ഡൈവേഴ്സിറ്റി. ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു യൂണിഫോം അല്ല
പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു അൺഈവൺ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് കാണപ്പെടുന്നത്. സോ നമ്മുടെ ഇക്വേറ്ററിനടുത്തുള്ള കൊളംബിയയിൽ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ്. ന്യൂയോർക്ക് അറ്റ് 41 ഡിഗ്രി നോർത്തിലാണെങ്കിൽ 105 സ്പീഷീസ് ആണ്. ഗ്രീൻലാൻഡ് അറ്റ് 71 ഡിഗ്രി നോർത്തിലാണെങ്കിൽ ഓൺലി 56 സ്പീഷീസേ കാണുന്നുള്ളൂ. സോ ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, സോ ഇൻ ഇന്ത്യ ദർ ഈസ് മച്ച് ലാൻഡ് ഏരിയ. സോ ഇന്ത്യയിൽ മച്ച് ഓഫ് ഇറ്റ്സ് ലാൻഡ്, അതിൻ്റെ ഭൂരിഭാഗം ലാൻഡ് ഏരിയ നമ്മൾ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ, സോ ഇന്ത്യയിലെ ഭൂരിഭാഗം ലാൻഡ് ഏരിയ എവിടെയുള്ളത്? ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ ഉള്ളത് നോക്കുകയാണെങ്കിൽ അവിടെ മോർ ദാൻ 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. സോ ഇന്ത്യയിൽ മാത്രം എത്രയുണ്ട്? ആ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഭൂരിഭാഗമുള്ള ലാൻഡ് ഏരിയ ഉള്ള ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര പേരുണ്ട്? 1200 സ്പീഷീസ് ഓളം ബേർഡ്സ്, അതിനേക്കാൾ 1200 മേലെ നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ സ്പീഷീസ് ഉണ്ട്. സോ മോർ ദാൻ 1200 സ്പീഷീസ് ബേർഡ്സ് തന്നെ അവിടെ ഇന്ത്യയിൽ ആ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ലാൻഡ് ഏരിയയിൽ നമുക്ക് കാണാം. കൂടുതലും ലാൻഡ് ഏരിയ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിലാണ്. ഇനി വേറൊരു കണക്ക് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ, ഒരു ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റീജിയൻ ലൈക്ക് ഇക്വഡോർ പോലെയുള്ള ട്രോപ്പിക്കൽ റീജിയൻ, അവിടെയുള്ള ആ ഫോറസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം നോക്കി ഹാസ് up to 10 times of many species of as many species of vascular plants കാണുന്നു. സോ ട്രോപ്പിക്കൽ റീജിയൻ ലൈക്ക് ഇക്വഡോർ പോലെയുള്ള ട്രോപ്പിക്കൽ റീജിയൻ അവിടെയുള്ള ഫോറസ്റ്റിൽ 10 മടങ്ങോളം ഒരുപാട് സ്പീഷീസ്, എങ്ങനത്തെ സ്പീഷീസാണ്? വാസ്കുലാർ പ്ലാന്റ്സിൻ്റെ ആസ് മെനി സ്പീഷീസ് ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ്, വാസ്കുലാർ പ്ലാന്റ്സിൻ്റെ 10 ടൈംസോളം നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതുപോലെ? ആസ് എ ഫോറസ്റ്റ് ഓഫ് ഈക്വൽ ഏരിയ ഇൻ ടെമ്പറേറ്റ് റീജിയൻ. സോ ടെമ്പറേറ്റ് റീജിയനിൽ ഉള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട്, അത് ഇവിടെ പറഞ്ഞ അത്രയും തന്നെ ഈക്വൽ ഏരിയ തന്നെയാണ് ആ ടെമ്പറേറ്റ് റീജിയൻ. അത് എവിടെയുള്ളതാണ്? ലൈക്ക് മിഡ് വെസ്റ്റ് ഓഫ് USA. സോ USA മിഡ് വെസ്റ്റിലെ ടെമ്പറേറ്റ് റീജിയനിൽ എത്രത്തോളം ഫോറസ്റ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ ഈക്വൽ ഏരിയയിൽ എന്ത് കാണപ്പെടുന്നു? 10 ടൈംസ് ഓഫ് മെനി സ്പീഷീസ് ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ് കാണപ്പെടുന്നു. എവിടെ? നമ്മുടെ ഫോറസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ഓഫ് ഇക്വഡോർ. സോ ഇക്വഡോർ പോലെയുള്ള ആ ട്രോപ്പിക്കൽ റീജിയനിൽ അവിടെയുള്ള ഫോറസ്റ്റിൽ 10 മടങ്ങോളം അല്ലെങ്കിൽ അതിൻ്റെ 10 ടൈംസ് ഓളം ഒരുപാട് സ്പീഷീസിൻ്റെ വാസ്കുലർ പ്ലാന്റ്സിൻ്റെ സ്പീഷീസുകളെ നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം? അത്ര തന്നെ ഫോറസ്റ്റ് ഏരിയ ഉള്ള ടെമ്പറേറ്റ് റീജിയൻ ഉണ്ട് മിഡ് വെസ്റ്റ് ഓഫ് USA മിഡ് വെസ്റ്റിൽ അത്രത്തോളം ടെമ്പറേറ്റ് റീജിയനിലുള്ള അത്രത്തോളം തന്നെ ഫോറസ്റ്റ് ഏരിയയിൽ അതിൻ്റെ 10 ടൈംസ് ആണ് നമ്മുടെ ഈ പറഞ്ഞ ഇക്വഡോർ പോലെയുള്ള റീജിയനിൽ ട്രോപ്പിക്കൽ റീജിയനിൽ അവിടെയുള്ള ഫോറസ്റ്റിൽ കാണുന്നത്. സോ ഇതാണ് ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു റേഞ്ച് പറയുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പിക്കലായിട്ടുള്ള ലാർജായിട്ടുള്ള ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ എത്രത്തോളം, അത് സൗത്ത് അമേരിക്കയിലുള്ള ലാർജസ്റ്റ് ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അവിടെ എത്രത്തോളം നമ്പർ ഓഫ് സ്പീഷീസിനെ കാണുമെന്ന് നമുക്ക് നോക്കാം. ലാർജായിട്ടുള്ള ഈ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, സൗത്ത് അമേരിക്കയിലുള്ള ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഈ ഭൂമിയിൽ കാണപ്പെടുന്നത്. സോ ഈ ഭൂമിയിൽ എർത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കാണുന്ന സ്ഥലമാണ് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. സോ സൗത്ത് അമേരിക്കയിലെ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. സോ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക, അവിടെയാണ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയിലെ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഈ എർത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഒരുപാട് സ്പീഷീസുകളല്ലേ ഓർഗാനിസത്തിൻ്റെ ഹോമാണ്. ഇറ്റ്സ് എ ഹോം ടു മോർ ദാൻ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്. സോ 40,000 സ്പീഷീസ്, അതിനേക്കാളും 40,000-നും മേലെ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. 3,000 ഓഫ് ഫിഷസ് ഉണ്ട്.
1300 ഓഫ് ബേർഡ്സ് ഉണ്ട്, 427 ഓഫ് മാമൽസ് ഉണ്ട്, 427 ഓഫ് ആംഫിബിയൻസ് ഉണ്ട്, 378 ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്, മോർ ദാൻ 1,25,000 ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഇത്രയും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. സോ ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ കാണപ്പെടുന്ന സ്ഥലമെന്ന് പറയപ്പെടുന്നു. സോ അവിടെ എന്തൊക്കെയാണ്? മോർ ദാൻ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, 3,000 ഓഫ് ഫിഷസ്, 1,300 ഓഫ് ബേർഡ്സ്, 427 mammals, 427 amphibians, 378 of reptiles, 1,25,000 of invertebrates. ഇത്രയുമാണ് അവിടെ കാണുന്നത്. സോ ഈ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ് സൗത്ത് അമേരിക്കയിൽ കാണുന്ന അവിടെയാണ് എന്ത് പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഇൻ ദീസ് റെയിൻ ഫോറസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 million ഇൻസെക്ട് സ്പീഷീസ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് നെയ്മഡ്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുന്ന സ്ഥലമാണ് സൗത്ത് അമേരിക്കയിലെ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ. എന്നിട്ട് എത്രത്തോളം സ്പീഷീസുകൾ അവിടെ കാണുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 2 million ഇൻസെക്ട് സ്പീഷീസുകളെങ്കിലും അവിടെ നിന്ന് ഈ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാനും നെയിം ചെയ്യാനുണ്ട്. അത്രത്തോളം ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. എത്രത്തോളം? മിനിമം 2 million ഇൻസെക്ട് സ്പീഷീസുകളോളം കണ്ടുപിടിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ട്രോപ്പിക്സിൽ കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണുന്നത്? അതിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റർ ആയുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ട്രോപ്പിക്സിൽ കാണാൻ എന്താണ് കാരണം? സോ ഇക്കോളജിസ്റ്റിൻ്റെയും ഇവല്യൂഷണറി ബയോളജിസ്റ്റും കുറച്ച് ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ട് അത് പ്രകാരം റീസൺസ് ഫോർ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. സോ ടെമ്പറേറ്റ് റീജിയനേക്കാളും കൂടുതൽ ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി കാരണം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഈ ഇക്കോളജിസ്റ്റ് ആൻഡ് ഇവല്യൂഷണറി ബയോളജിസ്റ്റിൻ്റെ ഹൈപ്പോത്തസിസ് പ്രകാരം. ആദ്യത്തെയാണ് സ്പീസിയേഷൻ. സോ ടൈം ബീയിങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സ്പീസിയേഷൻ. സോ സ്പീസിയേഷൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം സ്പീഷീസുകൾ ഉണ്ടാവുന്നു അത്രത്തോളം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നു. സോ ആദ്യത്തെ റീസൺ പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗ്ലേസിയേഷൻസ്, ആ ടെമ്പറേച്ചർ ചേഞ്ചുകളൊക്കെ ടെമ്പറേറ്റ് റീജിയനിലുണ്ട്. സോ ടെമ്പറേറ്റ് റീജിയനെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് മാറി മാറി വരുന്ന ആ ഗ്ലേസിയേഷൻസ്. ടെമ്പറേച്ചർ റീജിയന് എപ്പോഴും ഈ ഗ്ലേസിയേഷൻസിന് സബ്ജക്റ്റഡ് ആയിട്ടുണ്ട്. അവർക്കത് അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ്. പാസ്റ്റിൽ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗ്ലേസിയേഷൻസ് ടെമ്പറേറ്റ് റീജിയനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ അങ്ങനെയല്ല. ദേ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒട്ടും തന്നെ ചേഞ്ച് വരാതെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അങ്ങനെ തന്നെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോങ് ഇവല്യൂഷണറി ടൈം കിട്ടിയിട്ടുണ്ട്. സോ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ അവിടെ ഒരുപാട് ഇവല്യൂഷണറി ടൈം കിട്ടിയത് കൊണ്ട് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അവിടെ ഉള്ളതിന് ഒരു കാരണം. സോ സ്പീസിയേഷനാണ് അവിടെ കൂടുതൽ സ്പീസിയേഷൻ സംഭവിച്ചത് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിലാണ്. കാരണം അവിടെ ഈ പറഞ്ഞ സീസണൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേരിയേഷൻസ് ഒന്നും ഗ്ലേസിയേഷൻസ് ഒന്നും അവിടെ എഫക്റ്റ് ചെയ്തില്ല. അത് റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിൽ സംഭവിച്ചതുകൊണ്ട് ഒരുപാട് ഇവല്യൂഷണറി ടൈം അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമായി. സോ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻസ് ടെമ്പറേറ്റ് റീജിയനിലുള്ളതുകൊണ്ട് അവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറവായിരുന്നു. അവിടെ കൂടുതൽ ഇവല്യൂഷണറി ടൈമൊന്നും കിട്ടിയില്ല. അതേസമയം ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ അവർക്ക് അതൊക്കെ ആ പ്രോബ്ലമൊക്കെ ഗ്ലേസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇവല്യൂഷണറി ടൈം കിട്ടിയത് കൊണ്ട് തന്നെ മോർ സ്പീഷീസുകൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്. ആ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ ലെസ് സീസണലാണ്, അതുപോലെ മോർ കോൺസ്റ്റൻ്റ് ആയിരുന്നു. സോ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്
സീസണൽ, അങ്ങനെ സീസണൽ ചേഞ്ചുകൾ വളരെ കുറവായിരുന്നു. റിലേറ്റീവ്ലി മോർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ട്രോപ്പിക്സിൽ വന്നത്. സോ അത് കുറച്ചുകൂടി പ്രിഡിക്റ്റബിൾ ആവുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. സോ ടെമ്പറേറ്റ് റീജിയനിൽ പോലെയല്ല ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ. അവിടെ എന്തായിരുന്നു? ലെസ് സീസണൽ, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റൻറ്റും അതിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ വന്നത്. അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ദാറ്റ് പ്രൊമോട്ട് നിഷ് സ്പെഷ്യലൈസേഷൻ. സോ ലെസ് സീസണൽ ആയിട്ടുള്ള മോർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു ട്രോപ്പിക്സിൽ വന്നത്. അവിടെ അതുകൊണ്ട് തന്നെ നിഷ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ദാറ്റ് ലീഡ് ടു ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സോ നിഷ് സ്പെഷ്യലൈസേഷനും അത് ഒരു ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിലേക്കും നയിച്ചു. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മോർ സോളാർ എനർജി ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിൽ കൂടുതൽ സോളാർ എനർജി അവൈലബിൾ ആയിരുന്നു. സോ മോർ സോളാർ എനർജി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മുടെ ട്രോപ്പിക്സ്. അതുകൊണ്ട് തന്നെ എന്താ, മോർ സോളാർ എനർജി ഉള്ളത് കൊണ്ട് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു മോർ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടി. ആ ഹയർ പ്രൊഡക്ടിവിറ്റി ഇൻ ടേൺ എന്തിനെയാണ് ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത്? ഗ്രേറ്റർ ഡൈവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ്. സോ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രോപ്പിക്സിൽ കൂടുതലും ഡൈവേഴ്സിറ്റിയുടെ എണ്ണം കൂടാൻ കാരണം. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ ട്രോപ്പിക്സിലാവാനുള്ള 3 കാരണങ്ങൾ: ട്രോപ്പിക് ലാറ്റിറ്റ്യൂഡിൽ അവിടെ ഗ്ലേസിയേഷൻസ് ഒക്കെ അവിടെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇരുന്നതുകൊണ്ട് മോർ ഇവല്യൂഷണറി ടൈം കിട്ടിയതുകൊണ്ട് മോർ സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ നടന്നു. അതേസമയം ടെമ്പറേറ്റ് റീജിയനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്ലേസിയേഷൻസ് അവരുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ ബാധിച്ചു. രണ്ടാമത്തെ റീസൺ, ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് ലെസ് സീസണൽ ആയിരുന്നു, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റൻ്റ് ആയിരുന്നു, പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിഷ് സ്പെഷ്യലൈസേഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഫൈനലി അവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി സംഭവിക്കുകയും ചെയ്തു. മൂന്നാമത്തെ റീസൺ, ട്രോപ്പിക് റീജിയനിൽ അവിടെ എന്തായിരുന്നു? കൂടുതൽ സോളാർ എനർജി അവൈലബിൾ ആയതുകൊണ്ട് അത് ഹയർ പ്രൊഡക്ടിവിറ്റിക്ക് ലീഡ് ചെയ്തു. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗ്രേറ്റർ ഡൈവേഴ്സിറ്റിയിലേക്കാണ് വഴിതെളിച്ചത്. ഈ 3 കാരണങ്ങളാണ് കൊണ്ടാണ് കൂടുതൽ ബയോഡൈവേഴ്സിറ്റി നമുക്ക് ട്രോപ്പിക്സ് റീജിയനിലാണ് എന്ന് പറയാൻ കാരണം, ടെമ്പറേറ്റ് റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ.